അമ്മേന്ന് വിളിച്ചു. വീഴുമല്ലേ, കരിങ്കല്ലിലേക്കല്ലേ അടിച്ച് വീഴുന്നത്. അങ്ങനെ വീഴുമൊന്നുമില്ല, ഞാൻ പിടിക്കും, ഞാൻ പിടിക്കില്ലേ, പിന്നെന്താ. ഫ്രണ്ടിൽ നിന്ന ഒരമ്മ കുട്ടിയെ ഇങ്ങനെ കയ്യിലേക്ക് വാങ്ങി. ഞാൻ ആ അമ്മയുടെ കാലിലേക്ക് എന്ന് വീണു. കുട്ടി ഇങ്ങനെ കൊടുത്തോണ്ട് കുട്ടിയെ കയ്യിൽ കൊടുത്തോണ്ടങ്ങ് വീണു. കുട്ടി അവർ മേടിച്ചു പിടിച്ചു. ഞാൻ അവരുടെ കാലിലേക്ക് വീണു. അവരൊരു കൈ കൊണ്ട് കുട്ടിയെ പിടിച്ചിട്ട് ഒരു കൈ കൊണ്ട് എന്നെ എഴുന്നേൽപ്പിച്ചു എന്ന് പറഞ്ഞ് ചിരിക്കുമായിരുന്നു. ഇത്ര വാത്സല്യത്തിൽ പല അനുഭവങ്ങളും. ഇനി എനിക്ക് ഉള്ള കാര്യങ്ങൾ പലതും പുറത്ത് പറയാൻ പറ്റില്ല. 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോഴും അവരവിടെ തന്നെ നിൽക്കുന്നു. ഞാൻ ചെല്ലുമ്പോൾ കണ്ണൊക്കെ നിറഞ്ഞ് ഒഴുകുക. എന്ത് പറ്റി? നീങ്ങാൻ പറ്റുന്നില്ല, മാറാൻ പറ്റുന്നില്ല. അവിടെ നിന്ന് ഉറച്ച പോലെ ഇരിക്കും. ഏറ്റവും ആദ്യത്തെ ആരാധനാ പദ്ധതി എന്ന് പറയുന്നത് അമ്മയായിട്ടാണ്. സാക്ഷാൽ മഹാദേവൻ്റെ പകുതി അല്ലെങ്കിൽ മഹാദേവനോട് കൂടിയ ദേവിയായിട്ടാണ് പ്രകൃതിയെ കാണുന്നത്. മഹാകാളി സങ്കല്പത്തിൽ 64 കൈകൾ കാണിക്കും. ആ കാളി സങ്കല്പത്തിൽ 2 കൈയുള്ളൂ, വാളും വട്ടയും. ഈ അമ്മ സങ്കല്പങ്ങളിൽ നമ്മൾ ദേവതയെ പൂജിക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ചേട്ടാ, ഈ ദേവതാ സങ്കല്പങ്ങളിൽ ഏറ്റവും ശക്തമായിട്ടൊന്നാണ് ആദിപരാശക്തി എന്ന് പറയുന്നത്. ഈ ആദിപരാശക്തിയിലേക്ക് വരുമ്പോൾ തന്നെ അമ്മ സങ്കല്പങ്ങളായിട്ട് ഒരുപാട് ദേവതകളുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളതാണ് കാളി, ഭദ്രകാളി, ചാമുണ്ഡി. ഇത്തരത്തിലൊക്കെ ഉഗ്രസ്വരൂപമായിട്ടാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. ഇതിനെ ഒരു അമ്മയായിട്ടോ ദേവതയായിട്ടോ നമ്മൾ കാണുമോ എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ദേവതാ സങ്കല്പങ്ങളിൽ ഈ അമ്മ സങ്കല്പങ്ങളൊന്ന് പറഞ്ഞുതരാമോ? ഏറ്റവും ആദ്യത്തെ ആരാധനാ പദ്ധതി എന്ന് പറയുന്നത് അമ്മയായിട്ടാണ് നമ്മൾ കണ്ടിരുന്നത്. കാരണം പ്രകൃതി എന്നുള്ള ശബ്ദം തന്നെ സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് മൂലപ്രകൃതിയെ നമ്മൾ പാർവതിയായിട്ട് കണക്കാക്കുന്നത്. സാക്ഷാൽ മഹാദേവൻ്റെ പകുതി അല്ലെങ്കിൽ മഹാദേവനോട് കൂടിയ ദേവിയായിട്ടാണ് പ്രകൃതിയെ കാണുന്നത്. ആ പ്രകൃതിയിൽ സൃഷ്ടി, സ്ഥിതി, സംഹാര, തിരോധാന ലയങ്ങളെ ചെയ്യുന്നത് മഹാദേവനായിട്ടാണ് സങ്കല്പം, പുരുഷനായിട്ടാണ് സങ്കല്പം. അത്തരത്തിൽ ഈ പല ജനവിഭാഗങ്ങളും പല നാടുകളിലും ഉണ്ടായിരുന്നു. എല്ലാവർക്കും അവരുടേതായ മാതൃഭാവം ഉപാസനയ്ക്ക്, അവരുടെ ആശ്രയത്തിന് അല്ലെങ്കിൽ ആരാധനയ്ക്ക് അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അത്തരത്തിൽ പല നാടുകളിൽ നിന്ന് വന്ന സങ്കല്പങ്ങൾ ഇന്ത്യയിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ബഗളാമുഖി സങ്കല്പം ഗ്രീക്കിൽ നിന്ന് വന്നതാണ് ബഗളാമുഖി സങ്കല്പം. അതുപോലെ ഓരോ ദേവതകൾ ഓരോ ദേശത്തുനിന്ന് വന്നതാണെങ്കിലും എല്ലാത്തിനും അടിസ്ഥാനപരമായിട്ടുള്ള ഈ അമ്മ എന്ന് പറയുന്ന ഭാവം തന്നെയാണ്. നമ്മൾ ദുർഗയാണെങ്കിലും കാളിയാണെങ്കിലും എല്ലാം നമ്മൾ ഭഗവതി അമ്മയായിട്ടാണല്ലോ കണക്കാക്കുന്നത്. മഹാകാളി സങ്കല്പം എന്ന് പറയുന്നത് സാക്ഷാൽ സംഹാരണിയായിട്ടുള്ള മഹാകാളിയാണ്. 64 കൈകളോടുകൂടി നിൽക്കുന്ന മഹാകാളി സങ്കല്പമാണ്. എന്നാൽ ഭദ്രകാളി അങ്ങനെയല്ല. ഭദ്രകാളി മഹാകാളിയുടെ ഒരു അവതാരമായിട്ട് ആണ് ഭദ്രകാളിയെ കണക്കാക്കുന്നത്. 4 കൈകളേ ഉള്ളൂ, വാള്, വട്ട, കശുവലങ്ക, പാലം. ഈ 4 കൈകളേ ഉള്ളൂ ഭദ്രകാളിക്ക്. കാളി സങ്കല്പത്തിൽ 64 കൈകളും കാണിക്കും. മഹാകാളി സങ്കല്പത്തിൽ 64 കൈകൾ കാണിക്കും. എന്നാൽ കാളി സങ്കല്പത്തിൽ 2 കൈയേ ഉള്ളൂ, വാളും വട്ടയും മാത്രം. ഇതെല്ലാം ഭാവനയ്ക്കനുസരിച്ച്, ഓരോരുത്തരുടെ ഭാവനയ്ക്കനുസരിച്ച് ആ ദേവിയെ അമ്മയെ നമ്മൾ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് വേഷം കെട്ടിക്കുന്നതാണ്. ഇനി ചണ്ടമുണ്ടന്മാരെ വധിച്ച സങ്കല്പമുണ്ട്, അവരെ ചണ്ഡിയാക്കിയ ചണ്ഡികാ സങ്കല്പമുണ്ട്. അത് കൂടാണ്ട് അവരെ വധിച്ച ദുർഗാ സങ്കല്പമുണ്ട്. ഇതല്ലാതെ കാത്യായന മഹർഷിയുടെ മകളായിട്ട് ജനിച്ച കാത്യായനി സങ്കല്പമുണ്ട്. ഇതൊന്നുമല്ലാതെ പർവ്വതപുത്രിയായിട്ടുള്ള പാർവതി സങ്കല്പമുണ്ട്. ഇതെല്ലാം ഒരേ സങ്കല്പത്തിൻ്റെ മറ്റ് വ്യത്യസ്ത രൂപങ്ങൾ തന്നെയാണ്. ഒരേ ആൾ തന്നെ പല വേഷം കെട്ടിക്കുന്നു മാത്രമേ. കാളിയും ഭദ്രകാളിയും ദുർഗയും എല്ലാ ദേവതയും ഒന്ന് തന്നെ. എല്ലാം അടിസ്ഥാനപരമായിട്ട് പാർവതിയാണ്, മൂലപ്രകൃതിയാണ്. ആ പ്രകൃതിയിൽ നിന്നാണ് നമ്മൾ ഈ സങ്കല്പങ്ങളെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത്, അമ്മ സങ്കല്പമായിട്ട് കാണുന്നത്. ഇപ്പോൾ ചില ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പോൾ ഈ ദേവതകളെ നമ്മൾ പ്രണയിക്കണമെന്ന്, പ്രണയഭക്തിയാണ് ഇവരോട് വേണ്ടത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത്തരത്തിൽ നമുക്കൊരു കാമുകയായിട്ട്, ഇപ്പോൾ പ്രണയസങ്കല്പം കൂടുതൽ വരുന്നതൊരു കാമുകന്മാർക്കിടയിലല്ലേ പ്രണയം വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ദേവതയെ നമുക്ക് കാമുകയായിട്ട് കാണാൻ കഴിയും? അമ്മ എന്നുള്ള ശബ്ദം പോയില്ലേ അപ്പോൾ, പിന്നെ എങ്ങനെ ഉപാസിക്കും? അമ്മയായിട്ട് ഉപാസിച്ചാലല്ലേ വാത്സല്യം ഉണ്ടാവുള്ളൂ. നമ്മളെന്തെങ്കിലും ഒരു അബദ്ധം കാണിച്ചാലും അമ്മയല്ലേ, അടിക്കൊരു മയം ഉണ്ടാവും. മറ്റുള്ളതിനൊക്കെ അങ്ങനെ വല്ലതും ഉണ്ടോ? നമ്മളെന്താണോ കാണുന്നത് അതായിട്ടല്ലേ ഇങ്ങോട്ടും കാണുള്ളൂ. അമ്മയായിട്ട് പോരെ, അല്ലേ ഏറ്റവും എളുപ്പം. വേറെ എന്തെങ്കിലുമായിട്ട് കാണുന്നതിനേക്കാളും എന്തോരം എളുപ്പമാണ്, എത്രയോ എളുപ്പമാണ് അമ്മയായിട്ട് കാണുന്നത്. അപ്പോൾ അതാണെങ്കിൽ നിഷ്കളങ്കമായിട്ട് നമുക്ക് ആശ്രയിക്കാം. നമ്മൾ പ്രത്യേകിച്ചൊന്നും കയ്യിലില്ലെങ്കിലും കുഴപ്പമില്ല. മറ്റേതല്ല, അതാണ് അൺകണ്ടീഷണൽ ആയിട്ടുള്ള അനുഷ്ഠാനം. കണ്ടീഷൻ വെച്ച് ഉപാസിച്ച് കഴിഞ്ഞാൽ കണ്ടീഷൻ വയലേറ്റ് ചെയ്യുന്നിടത്ത് കുറ്റം തുടങ്ങും. നമ്മൾ കണ്ടീഷൻ തെറ്റിച്ചാൽ കുറ്റായി. അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഉപാസനയാണെങ്കിൽ ഒന്നുമില്ല,
പിന്നെ നിങ്ങൾ ആവശ്യപ്പെടുന്ന ഒന്നും തരണ്ടാവില്ല, പക്ഷെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് തരും. നിങ്ങളിപ്പോൾ ആവശ്യപ്പെടുന്നത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതായിരിക്കും, അത് കിട്ടാൻ നിർബന്ധമൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് എന്താവശ്യം വരുന്നോ ആ ആവശ്യം സമയാസമയത്ത് നിറവേറ്റി തരും. പക്ഷെ അവിടെ എന്തിനാണ് അപ്പോൾ ഒരു പ്രണയഭക്തി വേണമെന്ന് പറയുന്നത്? എനിക്ക് വലിയ ധാരണയില്ല ഇതിനെ പറ്റിയിട്ട്. നമ്മൾ അനുഭവിച്ചു പോയ ഒരു കാര്യത്തെ പറ്റിയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ ഇങ്ങനെ അനുഭവിച്ചിട്ടുള്ളൂ, എനിക്കിതേ അറിയൂ. അമ്മ സങ്കല്പത്തിൽ അനുഭവിച്ചു പോയി. അമ്മയെ വിളിക്കുമ്പോൾ തന്നെ ഭഗവതി പ്രസാദിക്കുന്നുണ്ട്. പിന്നെ അത്ഭുത ഉപാസനയൊക്കെ എന്തിനാണ് ചെയ്യുന്നത്? പ്രത്യേകിച്ച് ഈ പ്രണയസങ്കല്പമൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് എപ്പോൾ വേണമെങ്കിലും ബ്രേക്കായി പോകാവുന്ന ഒരു സംഗതിയല്ലേ. അതിനേക്കാൾ എത്രയോ ലാസ്റ്റിംഗ് ആണ് ഈ ഇങ്ങനെ അമ്മയെന്ന് വിളിക്കുന്നത്. അല്ലാതെ ഈ ഭഗവതിക്ക് ദേവതയ്ക്ക് എന്ത് വേണം? നിങ്ങളുടെ ഭാവം മാത്രമേ ആവശ്യമുള്ളൂ. നിങ്ങളെന്ത് ഭാവമാണോ അങ്ങോട്ട് കൊടുക്കുന്നത് ആ ഭാവത്തെയാണ് ഭഗവതി കാണുന്നത്. എല്ലാ ദേവതകളും അതേ കാണുന്നുള്ളൂ. അല്ലാതെ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച് സംരക്ഷിച്ച് സംഹരിച്ചു പോകുന്ന ഭഗവതിക്ക് നിങ്ങൾ കൊടുക്കുന്ന ഒരു 2 റോസാപ്പൂവോ അല്ലെങ്കിൽ 2 കഷ്ണം കദളിപ്പഴമോ ഒന്നും വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. പക്ഷെ ആ കൊടുക്കാൻ നിങ്ങൾ കാണിക്കുന്ന മനസ്സിനെയാണ്, ഭാവത്തെയാണ് ഭഗവതി അവിടെ കണക്കാക്കുന്നത്. അത്ര ഈ വിഷയത്തിൽ പറയാൻ പറ്റുള്ളൂ. ഈ അമ്മ സങ്കല്പങ്ങളിൽ നമ്മൾ ദേവതയെ പൂജിക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഒന്നും ശ്രദ്ധിക്കേണ്ടാത്തതുകൊണ്ടാണ് അമ്മ എന്ന് പറയുന്നത്. സ്വന്തം അമ്മയുടെ അടുത്ത് അമ്മയെ ആശ്രയിക്കാനായിട്ട് ആരെങ്കിലും എന്തെങ്കിലും കണ്ടീഷൻ വെക്കാറുണ്ടോ? അപ്പോൾ എന്തിനാണ് ഈ പൂജാവിധികളും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്യുന്നത്? സാധനയാണെങ്കിൽ ഈ ചെയ്യുന്നത്. പൂജാവിധികളൊന്നും വ്യക്തമായി അറിയാത്ത ആളല്ലായിരുന്നോ രാമകൃഷ്ണപരമഹംസർ? എന്നിട്ട് ആശ്രയിച്ചില്ലേ? എന്തെങ്കിലും കുഴപ്പമുണ്ടായോ? ഇല്ല. അദ്ദേഹം അങ്ങനത്തെ ആളുകൾ എഴുതുന്ന പിന്നെ പൂജ. നിങ്ങളെന്തോ വിചാരിക്കുന്നത് ഈ പ്രസന്ന പൂജയ്ക്ക് നടയടച്ചു കഴിഞ്ഞാൽ അകത്തെന്താ നടക്കുന്നതെന്ന് എങ്ങനെ അറിയും? പലരും പല രീതിയിലാണ് നടത്തുന്നത്. വിധിയൊക്കെ ഉണ്ട്. ജലാധിജലാന്തം പൂജിക്കണമെന്നും മണിയടിച്ച് പൂജിക്കണമെന്നും ആപൂപ പാലാമ്പൂ ലഡ്ഡുകാദികൾ നേദിക്കണമെന്നും പുഷ്പാഞ്ജലികൾ ചെയ്യണമെന്നും നൃത്തം ഗീതം വാദ്യം ഛത്രം ചാമരം ഇങ്ങനെയൊക്കെ കൊടുക്കണമെന്നും താമ്പൂലം കൊടുക്കണമെന്നും ഒക്കെ ഉപചാരമുണ്ട്. പല മേശാന്തിമാരും അവർക്ക് അവരുടേതായ അവർക്ക് ഇഷ്ടം ഏറ്റവും തോന്നുന്ന വിധത്തിലാണ് അവർ ചെയ്യുന്നത്. ചിലപ്പോൾ കാലെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നവരുണ്ടാവും, ചിലപ്പോൾ ഉമ്മ വയ്ക്കുന്നവരുണ്ടാവും, ഒക്കെ പലതും ഉണ്ടാവും. അതും അവരും ദേവതയായിട്ടുള്ള വിഷയം മാത്രമാണ്. അപ്പോൾ അത് എല്ലാവരെയും കാണിച്ചുകൊണ്ട് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. സമൂഹ ഉപാസനയ്ക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ചെയ്യുക. അതല്ലാതെ വ്യക്തിപരമായ ഉപാസന ഒരിക്കലും ആരെയും കാണിക്കാറില്ല, ഒന്നും പറഞ്ഞു കൊടുക്കാറുമില്ല. അത് വേറൊരാൾക്ക് പറ്റുകയില്ല. എല്ലാം അവനവനും ആ ദേവതയായിട്ടുള്ള ബന്ധമാണ്. അത് അതിനിടയ്ക്ക് വേറൊരു സംഗതി വന്നാൽ അത് സ്യൂട്ടാവില്ല. വേറൊരാൾക്ക് അത് ഉപദേശിക്കാനും പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഉപദേശിക്കാവുന്ന വിധത്തിലുള്ള എന്താണ് എഴുതപ്പെട്ട രീതിയിലുള്ളതാണ്, അത് മാത്രം പറഞ്ഞു കൊടുക്കും. പിന്നെ അവന് യോഗം ഉണ്ടെങ്കിൽ എന്താവും? അവൻ അതിൽ നിന്ന് വെളിയിൽ ചാടിക്കോളും. അല്ലേ, വെളിയിൽ ചാടുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? പദ്ധതിയിൽ നിന്ന് വെളിയിൽ ചാടി അവൻ്റെതായ പദ്ധതിയിലേക്ക് അവൻ പൊക്കോളും. എല്ലാവരും അപ്പോൾ ഈ ഉപാസനയുടെ ഒരു അറ്റം ചെല്ലുമ്പോൾ സ്വന്തമായിട്ടൊരു പദ്ധതി കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. സ്വന്തമായിട്ടൊന്നും ഉണ്ടായി വരും. നമ്മൾ ചെയ്യുന്നത് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉള്ള കാര്യങ്ങളല്ലേ. അത് എല്ലാവർക്കും അത് ഒരേ കാര്യമായിരിക്കണം നിർബന്ധമില്ലല്ലോ. എനിക്കിഷ്ടമായത് വേറൊരാൾക്ക് ഇഷ്ടമാവണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങയുടെ അനുഭവത്തിൽ ഇപ്പോൾ ദേവതാ സങ്കല്പങ്ങളിൽ അമ്മയായിട്ട് കാണുന്നു, ഏതെങ്കിലും സമയത്ത് അമ്മയെ എന്ന് വിളിക്കേണ്ട ഒരു അവസ്ഥ ജീവിതത്തിൽ ഉണ്ടായി കാണും. അങ്ങനെ ചേർത്ത് നിർത്തി ഏതെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒരുപാട് അനുഭവം എന്ന് പറഞ്ഞാൽ കുട്ടി മോളെ വൈക്കത്തമ്പലത്തിലൊരു ചോറൂണുണ്ടായിരുന്നു. അപ്പം ചോറൂണ് മീൻസ് വഴിപാട്. ഈ കുട്ടിയുടെ ചോറൂണൊക്കെ കഴിഞ്ഞ് മുഖമൊക്കെ കഴുകിയിട്ട് അകത്ത് കുട്ടിയെ കുട്ടി ആ ചോറൂണൊക്കെ കഴിഞ്ഞ് മുഖം കഴുകി അകത്ത് കയറ്റി തൊഴിയിക്കുകയാണ്. അപ്പോൾ ഞാൻ തൊഴുതിട്ട് ഈ മണ്ഡപത്തിൻ്റെ വലതുവശത്തൂടെ പോയി തൊഴുതു, സോപാനപ്പടി ഇടവണം തൊഴുതു, തിരിച്ചിറങ്ങി. അപ്പോൾ അങ്ങോട്ട് വണ്ടിയിൽ പോകുമ്പോൾ ഇവരൊരു വണ്ടിയിലാണ് പോകുന്നത്, ഞാൻ വേറൊരു വണ്ടിയിലാണ്, 2 വണ്ടിയാണ്. അപ്പം ആ വണ്ടി ഒരു അല്പം സ്പീഡിലാണ് പോകുന്നത്, കുഞ്ഞിനെ കൊണ്ട് പോകുന്ന വണ്ടി. അപ്പം നമ്മുടെ ഉള്ളിലൂടെ ഇങ്ങനെ പല ചിന്തകൾ പോകുമല്ലോ. അപ്പോൾ അതിലൊരു ചിന്ത, നമുക്കെന്തെങ്കിലും പറ്റിയാൽ ഇവർക്ക് ആരുണ്ട്, എന്തെങ്കിലും ഒരു വീഴ്ച വന്ന് ആര് താങ്ങാനുണ്ട്, ഇതൊക്കെയായിരുന്നു നമ്മുടെ ഉള്ളിൽ കൂടെ പോകുന്ന ചിന്ത. ഞാനവിടെ തൊഴുതിട്ട് വെളിയിലേക്ക് ഇറങ്ങി, നന്ദികേശനെ ചുറ്റി അപ്പുറത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങലും ഈ മുണ്ടിൻ്റെ താഴത്തെ തലയുണ്ടല്ലോ അതേ കയറി അങ്ങ് ചവിട്ടി, അവനവൻ്റെ മുണ്ടേ തന്നെ പറയണ്ടല്ലോ, തെന്നി വീണു, മുന്നോട്ടങ്ങ് വീണു, മുട്ടി കൈയിരിക്കുക. അമ്മേന്ന് വിളിച്ചു. വീഴുമല്ലേ, കരിങ്കല്ലിലേക്കല്ലേ അടിച്ച് വീഴുന്നത്. ഫ്രണ്ടിൽ നിന്ന ഒരു അമ്മ കുട്ടിയെ ഇങ്ങനെ കയ്യിലേക്ക് വാങ്ങി. ഞാൻ ആ അമ്മയുടെ കാലിലേക്ക് എന്ന് വീണു. കുട്ടിയെ ഇങ്ങനെ കൊടുത്തോണ്ട്, കുട്ടിയെ കയ്യിൽ കൊടുത്തോണ്ടങ്ങ് വീണു. കുട്ടിയെ അവർ മേടിച്ചു പിടിച്ചു. ഞാൻ അവരുടെ കാലിലേക്ക് വീണു.
അവർ ഒരു കൈ കൊണ്ട് കുട്ടിയെ പിടിച്ചിട്ട് ഒരു കൈ കൊണ്ട് എന്നെ എഴുന്നേൽപ്പിച്ചു, പിടിച്ചെഴുന്നേൽപ്പിച്ചു. അങ്ങനെ വീഴുമൊന്നുമില്ല, ഞാൻ പിടിക്കൂലേ എന്ന് ചോദിച്ചു. എങ്ങനെയുണ്ട്? അമ്മ ആരായിരുന്നു അറിയാമോ? അമ്മ ആരും ആയിക്കോട്ടെ, അമ്മ അവിടെ തന്നെ ഉള്ള ആരെങ്കിലും ആയിരിക്കാനേ സാധ്യതയുള്ളൂ. പക്ഷെ പിന്നെ ഞാൻ അവരെ കണ്ടില്ല. കണ്ടോ? ഇല്ല, കണ്ടില്ല. പക്ഷെ അത് അവിടെയുള്ള ആരെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ പറയാനുള്ളത് അവിടെ പറഞ്ഞു. അതെ, അങ്ങനെ വാക്കുകൾ റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതായത് അങ്ങനെ വീഴുമൊന്നുമില്ല, ഞാൻ പിടിക്കും, ഞാൻ പിടിക്കില്ലേ പിന്നെന്താ എന്ന് പറഞ്ഞ് ചിരിക്കുമായിരുന്നു. അതായത് അരമണിക്കൂർ മുമ്പ് ഞാൻ ചിന്തിച്ച വിഷയമാണ് അരമണിക്കൂർ കഴിഞ്ഞപ്പം ഞാനിവിടെ ഉണ്ട്, അങ്ങനെയൊന്നും പേടിക്കണ്ടെന്ന് ഒരു ഉത്തരമായി നൽകുന്നത്. അത്ര വാത്സല്യത്തിൽ പല അനുഭവങ്ങളും. ഇനി എനിക്ക് ഉള്ള കാര്യങ്ങൾ പലതും പുറത്തു പറയാൻ പറ്റില്ല. ഞാൻ എൻ്റെ മാത്രം സ്വകാര്യമായിട്ട് കിട്ടിയ ചില അനുഭൂതികളുണ്ട്, പുറത്ത് പറയാൻ പറ്റാത്ത. ഇത് പുറത്ത് പറയാം, ഇത്രയൊക്കെ. അല്ലാത്തതുകൊണ്ട് അല്ലാത്തത് വെച്ചാൽ ഞെട്ടിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ. ഒന്ന് സരസമായ ഒന്ന് പറയാൻ കഴിയുമോ? ഞാൻ പറയാൻ കഴിയില്ല എന്ന് പറയുമ്പോഴാണ് കൂടുതൽ ക്യൂരിയോസിറ്റി വരുന്നത്. ഒരു സ്ത്രീ വന്ന് തൊഴുതു, എവിടെയാണെന്നും ചോദിക്കരുത്, തൊഴുതിട്ട് നടയെ തൊഴുതു. അപ്പോൾ എനിക്ക് അകത്തോട്ട് കയറാൻ പറ്റുന്നില്ല, നേരെ മുമ്പിൽ നിൽക്കുക അവർ. അപ്പം ഞാൻ പറഞ്ഞു, ഒന്ന് നീങ്ങി നിൽക്കണം അകത്തോട്ട്. പെട്ടെന്ന് ഒരു ദേഷ്യത്തിൽ ഞാനിവിടെ തന്നെ നിൽക്കും, ഞാൻ ഇപ്പം ഇങ്ങ് വന്നതേ ഉള്ളൂ, ഞാൻ തൊഴട്ടെ എന്ന് പറഞ്ഞു. അവർ ദേഷ്യപ്പെട്ടു. എന്നാൽ അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞ് ഞാൻ പോയി. 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോഴും അവരവിടെ തന്നെ നിൽപ്പുണ്ട്. ഞാൻ ചെല്ലുമ്പോൾ കണ്ണൊക്കെ നിറഞ്ഞ് ഒഴുകുക. എന്തു പറ്റി? നീങ്ങാൻ പറ്റുന്നില്ല, മാറാൻ പറ്റുന്നില്ല, അവിടെ നിന്ന് ഉറച്ച പോലെ ഏപ്പി, അനങ്ങാൻ പറ്റുന്നില്ല, കൈയും കാലും അനങ്ങുന്നില്ല, വായു മാത്രമുണ്ട്, മിണ്ടാം. ഭയന്നു പോയി. ഞാനും ഭയന്നു, അവരും ഭയന്നു. അവർ നന്നായിട്ട് ഭയന്നു, ഞാനതിലും നന്നായിട്ട് ഭയന്നു. അപ്പം ഞാനത് 4-5 വർഷം പൂജിച്ച ഭഗവതിയാണ്. എന്നുവെച്ചാൽ തീരെ ഗതിയില്ലാത്ത കാലത്ത് ശരണാഗതി അടഞ്ഞ ഭഗവതിയാണ്. എനിക്കൊന്നുമില്ല, ഈ ഭഗവതിയേ ഉള്ളൂ എന്ന് പറഞ്ഞു പോയി കാലെ പിടിച്ചതാണ്. പക്ഷെ 4 കൊല്ലം കൊണ്ട് ഭഗവതി അങ്ങ് നന്നാക്കി. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാനവിടെ നിന്ന് പോരുമ്പം എഴുതിയത് ദൈന്യനായി വന്നവരെന്നെ ധീരനാക്കി മടക്കിയ ദാനവഘാതിനീത പാദം ഞാൻ സ്മരിക്കുന്നതെന്നാണ് ഞാൻ പോന്നപ്പം. ഇപ്പോഴും ഇന്നും എല്ലാ ദിവസവും ഇങ്ങനെ സ്മരിച്ചിട്ടാണ് ഓരോ ദിവസവും തുടങ്ങുന്നത്. വല്ലാത്ത വാത്സല്യമുള്ളൊരു ഭഗവതി. പക്ഷെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാക്കി. എനിക്കും ആ സ്ത്രീക്കും ഭഗവതിക്കും മാത്രം അറിയാം, പുറത്ത് പറയാൻ പറ്റും. അവർ ഭയന്നുപോയി. അവരെന്നോട് കുറേ ക്ഷമയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനൊന്നും ചെയ്തതല്ലത്, അതങ്ങനെ സംഭവിച്ചാണ്, അത് ഭഗവതിക്ക് സഹിച്ചില്ല, അത്രേ ഉള്ളൂ. അത് നിങ്ങൾ നോക്കി കണ്ടും സംസാരിക്കണമായിരുന്നു എന്നൊക്കെ പറയാനേ പറ്റുള്ളൂ. ഞാനവരോട് ഒരു ദേഷ്യത്തിനോ വഴക്കിനോ പോയതല്ല. ഞാൻ അകത്തേക്ക് കയറാൻ സമയമായി. അത് പറഞ്ഞപ്പം അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇനിയുള്ള അനുഭവങ്ങൾ ഇതിലും വിചിത്രമാണ്. എന്നുവെച്ചാൽ കുറച്ചുകൂടിയൊക്കെ ഉണ്ട്. എനിക്ക് ഇതിൽ കൂടുതൽ എന്നോട് ചോദിക്കരുത്, പറയാൻ നിവൃത്തിയില്ല. എപ്പോഴെങ്കിലും ഒരു സമയത്ത് പറയാമെന്ന് ഒരു നിർദ്ദേശം വരുന്ന സമയത്ത് ഞാൻ പറയും. ഇപ്പം തന്നെ ഈ ഗുരുവായൂർ ഈ മഞ്ചാടി ഗുരുവിൻ്റെ കഥ എത്രയോ വർഷത്തിന് ശേഷമാണ് പറയുന്നതെന്ന് അറിയും. ഏതാണ്ട് 10-12 വർഷത്തിന് ശേഷമാണ് ഞാൻ ഈ കഥ പറയുന്നത്. ഞാൻ അന്ന് ആരോടോ പറഞ്ഞതേ ഉള്ളൂ, പിന്നെ പറഞ്ഞിട്ടില്ല. അതിനുശേഷം ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് ആ കഥ തന്നെ. അത് ഈ പ്രദീപ് ജിയോട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഇവിടെ തന്നെ പ്രദീപ് ജിയോട് പേഴ്സണലായിട്ട് പറഞ്ഞു. അതിന് ഒരു ദിവസം ഫേസ്ബുക്കിൽ എഴുതി ഇട്ടു, കുറേ വർഷത്തിന് ശേഷം. പിന്നെ അത് പ്രദീപ് ജി ആ സ്റ്റോറീസ് പലയിടത്തും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു. പ്രദീപ് ജി പറയുമ്പോൾ എൻ്റെ അനുഭവം എന്ന് പറഞ്ഞ് തന്നെ പറഞ്ഞു. പക്ഷേ അത് പിന്നീട് ആ സ്റ്റോറി ഇങ്ങനെ ആയതുകൊണ്ട് എല്ലാവരും അവരുടേതായിട്ടുള്ളൊരു രീതിക്ക്, ഇനി പലരും മഞ്ചാടിക്കുരു കണ്ടിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ, ചിലപ്പോൾ അതും ആവാം. അതെ, പറയാൻ കഴിയില്ല. നമുക്ക് മാത്രമേ ഒരു അനുഭവം ഉണ്ടാവുള്ളൂ, നമ്മൾ പറയുന്നത് മാത്രമേ ശരിയുള്ളൂ എന്ന് പറയുന്നതൊന്നും കാര്യമില്ല. എത്രയോ പേർക്ക് ഇതിനു മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും. എന്തായാലും എനിക്കിങ്ങനെ ഉണ്ടായി. ഗുരുവായൂരപ്പൻ നമ്മുടെ മാത്രമല്ലല്ലോ. അല്ലല്ലോ, ലോകത്തിൻ്റെ മുഴുവനല്ലേ. എന്താണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് നന്ദി.